Hi guys, welcome to my YouTube channel. I have exams and I have university exams. എനിക്ക് ഒരു എക്സാം കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് ആൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. എനിവേ ആക്ച്വലി ഞങ്ങൾക്ക് 3 ദിവസമുണ്ട്. ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഞാൻ ആകെ ജസ്റ്റ് മോഡ്യൂൾ 1 അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഏകദേശം ഞാൻ നോക്കി. ഇനി ഞാൻ ബാക്കി കൂടെ പഠിച്ചിട്ട് ഞാനിങ്ങനെ പേപ്പറൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എല്ലാ എക്സാമുകളും വൻ പരാജയമായതുകൊണ്ട് ഇതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് എഴുതണം എന്നേ ഉള്ളൂ എനിക്ക്. ഇപ്പം തന്നെ പഠിക്കാൻ പോലുള്ള. ഇപ്പം ഞാൻ ആദ്യം I'm gonna make bread and butter because I'm really hungry, and then I'm going to study. ഓലക്കം ചോടുമായി പിച്ച വെച്ചെടുത്തു വാനി പാട്ടുമായി കൂട്ടുകൂടുവാൻ വരാം ആകാശത്തുമ്പിയായി ചുറ്റുമൊന്നു വട്ടമിട്ടു. ഞാനിപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ എടുക്കല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. എനിക്കിപ്പം പൈത്തൺ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എടുത്തേക്കുന്നത് കമ്പ്യൂട്ടർ സയൻസാണ്. അങ്ങോട്ടും എനിക്ക് പൈത്തൺ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. കുഴപ്പമില്ല. മൈക്രോവേവ് ആദ്യം ആരൊക്കെ ബട്ടർ വെച്ചിട്ടും മൈക്രോവേവ് ചെയ്യാറുണ്ട് കമൻറ്റ് കാണുമല്ലോ. ഞാൻ ചെയ്യാറില്ലായിരുന്നു. ദൂരെ സന്ധ്യ പൂക്കവേ മുകിൽ കുറുമ്പ് കൂട്ടമെത്തവേ ചിരിക്കുടം പൊഴിച്ചുവാ. എനിക്ക് വീട്ടിനകത്തിരുന്ന് ബ്ലോഗ് ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം എന്താ കാണാനുള്ളത്? 12 മണി കാണിക്കണം, ഉച്ച തൊട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. പിന്നെ കണ്ടന്റ് ഇല്ല, ഭയങ്കര ക്രിഞ്ചാകും. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള വീഡിയോസ് ക്രിഞ്ചാണല്ലോ. ഭയങ്കര ക്രിഞ്ചസ്റ്റ് ടൈപ്പ്. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് കൊള്ളൂല, ഇഷ്ടമല്ല കോളേജ്. അവിടെ രാവിലെ കാണുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഫസ്റ്റ് ഇയർ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ ഫോർത്ത് ഇയർ വരെ പോകണ്ടേ? ഫസ്റ്റ് ഇയർ ജോബ് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തോ ജോണി. Coming to my topic, so Monday is my Python exam, and talking about Python is a subject I dislike a lot. പലർക്കും അപ്പോൾ ഡൗട്ട് ഉണ്ടാവും, പിന്നെ എന്തിനാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത്. സത്യം ജോലി കിട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ എനിക്ക് വലിയ പാഷനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ജോലിയാണല്ലോ നമുക്ക് വലുത്, അതുകൊണ്ട് വേണ്ടി മാത്രമാണ് എടുത്ത്. ഇപ്പോൾ എടുക്കണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ പൈത്തൺ ഭയങ്കര ഈസി ആണെന്ന് എല്ലാവരും പറയുന്നത്, കോഡിങ് അറിയാമെന്ന് പറയും. പക്ഷെ എനിക്ക് ഈസി പോലും പറ്റത്തില്ല. അപ്പം ഞാൻ ബാക്കി എന്ത് ചെയ്യും? കാലം കൂട്ടിരിക്കവേ മനസ്സിലാശ പീലി നീർത്തുവാൻ കടൽ തുഴഞ്ഞുവാ വളരെ സാറ്റിസ്ഫാക്ടറി. ഞാൻ പാസ്സാവുന്നുണ്ട്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ടറി മാർക്കല്ല എനിക്ക് കിട്ടുന്നത്. അതെന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. പിന്നെ എൻ്റെ മിസ്സിനും എന്നെ അതുകൊണ്ട് ഒരിഷ്ടക്കുറവുണ്ട്. ഈ കുട്ടി മാത്രമാണ് ഇങ്ങനെ. കുറേ നാൾ ഈ വിക്ടിം കാർഡ് കളിച്ചിരുന്നു. ഞാൻ ബയോമാക്സ് ആയിരുന്നു, പക്ഷേ ഇനി അത് നടക്കുമെന്നറിയില്ല. പിന്നെ സെമിസ്റ്റർ എക്സാമിനൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് സൈഡിൽ എഴുതിയേക്കാൻ പറ്റില്ലല്ലോ ഞാൻ ബയോമാക്സ് ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളത് വെച്ച് പോകുന്നു. വാങ്ങിച്ചതിൻ്റെ കണ്ണാടിയാണ്. ഇതൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ ഇത് വെച്ചാണ് ഞാൻ കോളേജ് നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കട്ടെ ഞാൻ കുറച്ച് പഠിക്കാൻ വേണ്ടി മാത്രം കോളേജ് വരുന്ന കുട്ടിയാണെന്ന് സ്റ്റുഡൻസ് പോട്ടെ, ടീച്ചേഴ്സെങ്കിലും വിചാരിക്കട്ടെ. നിങ്ങളുടെ വിശേഷമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ. നിങ്ങളുടെ കോളേജ് ലൈഫ് എൻ്റെ പോലെ കോളേജ് ലൈഫാണോ? എൻ്റെ കോളേജ് ലൈഫ് നിങ്ങൾ കുറച്ചൊക്കെ വ്ളോഗിൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മെയിലിൽ കൊടുത്തിട്ടുണ്ട്. അത്
എനിക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മെയിലിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് പോയി കാണും. പിന്നെ പിന്നെ കോളേജ് ലൈഫൊക്കെ കുറേ കോളേജൊന്നും അടിപൊളിയായിരിക്കില്ല, നമ്മളത് അടിപൊളിയാക്കണം. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഇതിലൊക്കെ ചെയ്ത് മറ്റേതും മറിച്ചതും എല്ലാ എംബാരസിങ് തിങ്സ് എല്ലാം. ഞാനിപ്പോൾ കോളേജിൽ നിന്നിട്ട് എന്തൊക്കെ എംബാരസിങ് സ്റ്റഫ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പൊട്ടത്തരവും മണ്ടത്തരമൊക്കെ ക്ലാസ്സിലും അതിന് പുറത്തുമൊക്കെ കാണിച്ചതെന്നറിയോ. പക്ഷേ ഇതൊക്കെ ചെയ്താലൊരു ഫണ്ണുള്ളൂ. അപ്പോൾ ഇതൊന്നും രാവിലെ നമ്മളിതൊക്കെ ചെയ്യണം, എന്നിട്ട് രാത്രി ആകുമ്പോൾ നമ്മളിതൊക്കെ ആലോചിച്ചാൽ ഓവർ തിങ്ക് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. പിന്നെ other things I want to tell is I absolutely miss school. I don't miss the school, I miss my school friends a lot. കാരണം എനിക്ക് അത്രയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കോളേജ് ലൈഫ് വേറെയാണ്, കോളേജ് ലൈഫിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് കോളേജ് ലൈഫ് വേറെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് എൻ്റെ സ്കൂൾ ലൈഫിലും ആ 12th ടൈമും 8th ടൈമും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഓൺലി ഒരു ദിവസം. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അവരിപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദീസ് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് I wake up in the morning and I feel so blessed. അതൊക്കെ ആലോചിക്കുമ്പോൾ പല വിഷമത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഇവരെ കണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കാറില്ല അങ്ങനെ? ഞാൻ പഠിക്കാതിരിക്കുക എന്ത് വേണേലും പറയും. ഓക്കെ ഗൈസ്, മതി ഇനി നമുക്ക് പഠിക്കാം. ഇപ്പം തന്നെ 9-10 മിനിറ്റ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് എന്തായാലും ഇരുന്ന് പഠിക്കാം. Guys, നമ്മുടെ today's quote is, when there is patience there is peace, and when there is peace there is love.